ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ മൂലപാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. മൂലപാപങ്ങൾ എങ്ങനെ മറ്റുള്ള പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു, എങ്ങനെ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും ആത്മീയ ജീവിതത്തെയും അത് ബാധിക്കുന്നു എന്നൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം മൂലപാപമായ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചാണ്. ദ്രവ്യാഗ്രഹം എന്ന മൂലപാപം എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു, ആത്മീയ ജീവിതത്തെ എങ്ങനെ തകർക്കുന്നു, നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും, അതേക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുവാനും ഇടയുണ്ട്. പൗലോസ്ലീഹ തനിക്ക് ലഭിച്ചിട്ടുള്ള ആത്മീയ ജ്ഞാനം കൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ഈ ധനമോഹം മൂലം, ഈ ദ്രവ്യാഗ്രഹം മൂലം എന്ത് സംഭവിക്കുന്നു? പലരും വിശ്വാസത്തിൽ നിന്ന് തന്നെ വ്യതിചലിച്ചു പോകുന്നു. അതോടൊപ്പം ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുവാൻ ഇടവരുന്നു എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ ഓരോ ദിവസത്തെയും വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്രയോ കുടുംബങ്ങളിലാണ് കലഹങ്ങളുള്ളത്. സ്വത്ത് തർക്കങ്ങളെ പ്രതി, മാതാപിതാക്കളുടെ സ്വത്തിനെ പ്രതി, മാതാപിതാക്കൾ വീതം വെച്ച് കൊടുത്ത സ്ഥലങ്ങളെ പ്രതി, അങ്ങനെ എന്തുമാത്രം തർക്കങ്ങളും എന്തുമാത്രം പ്രതിസന്ധികളും. ചിലപ്പോൾ മാതാപിതാക്കൾ മക്കൾക്കെതിരാകുന്നു, മക്കൾ മാതാപിതാക്കൾക്കെതിരാകുന്നു, സഹോദരങ്ങൾ തമ്മിൽ എതിരാകുന്നു, സഹോദരങ്ങൾ തമ്മിൽ തല്ലുകൂടുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ കൊലപാതകങ്ങൾ വരെ സംഭവിക്കുന്നു. അല്ലെങ്കിൽ വലിയ ശത്രുതയിൽ, പാർട്ടീഷനെ പ്രതി, സ്വത്ത് തർക്കത്തെ പ്രതി വലിയ ശത്രുതയിൽ മാസങ്ങളും വർഷങ്ങളും ഒക്കെ കഴിയുന്നു. ചില മക്കൾ അപ്പനും അമ്മയും ഒക്കെ മരിച്ചതിന് ശേഷം പോലും അവരെ കാണാൻ പോകാത്ത വിധത്തിൽ ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉള്ളിൽ സൂക്ഷിക്കുന്നു. ഇത് വലിയൊരു മൂലപാപമാണ്, ദ്രവ്യാഗ്രഹം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ധനമോഹം എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണമായിട്ട് പ്രവർത്തിക്കും. അതെ, പലരും വിശ്വാസ ജീവിതത്തിൽ നിന്ന് തന്നെ അകന്നു പോകുന്നു, ധനമോഹം, ദ്രവ്യാഗ്രഹം മൂലം. കർത്താവ് നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കരുതലോടുകൂടെ ജീവിക്കേണ്ടതുണ്ട്. ഈശോ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ സമ്പത്തിന് സാധിക്കില്ല. തീർച്ചയായിട്ടും ഈ ലോക ജീവിതത്തിൽ നമുക്ക് സമ്പത്ത് വേണം. സമ്പത്തില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും ന്യായമായും നമുക്ക് സമ്പത്ത് ആവശ്യമാണ്. പക്ഷേ കർത്താവ് പറയുകയാണ്, ഈ സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത്. സമ്പത്തിന് വേണ്ടി മാത്രം നമ്മുടെ ജീവിതം മാറ്റിവെച്ചാൽ വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല. മനുഷ്യൻ്റെ ജീവിതം ധന്യമാക്കുന്ന വേറെ കുറേ കാര്യങ്ങളൊക്കെയുണ്ട്. അത് മനുഷ്യൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, നന്മ നിറഞ്ഞ ജീവിതം, ആത്മാവിലുള്ള അഭിഷേകം, പുണ്യം, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിതം സമ്പന്നമാകുന്നത് അല്ലെങ്കിൽ ധന്യമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശോ പറയുകയാണ്, എല്ലാ തരത്തിലുമുള്ള അത്യാഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നിരിക്കണം, നിങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. അത്യാഗ്രഹം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തെറ്റായ രീതിയിലും പണം സമ്പാദിക്കാൻ പോകുന്നു.
നീതിരഹിതമായ മാർഗങ്ങളിലും പണം സമ്പാദിക്കാൻ പോകുന്നു. അത്യാഗ്രഹം കൂടുമ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 15-ാം അധ്യായം 27-ാം തിരുവചനത്തിലൂടെ വചനം പഠിപ്പിക്കുകയാണ്, നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു, കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ വചനം പറയാണ്, നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു. എന്തുകൊണ്ടാണ് വചനം അങ്ങനെ പറയുന്നത്? നീതിരഹിതമായ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കി വയ്ക്കുന്ന മാതാപിതാക്കൾ, നീതിരഹിതമായ വഴികളിലൂടെ സമ്പത്ത് കൂട്ടിവെക്കുന്ന മാതാപിതാക്കൾ അവരുടെ കുടുംബത്തെ ദ്രോഹിക്കുകയാണെന്ന് വചനം പറയുന്നു. കാരണം ആ സമ്പത്ത് വേണ്ടതുപോലെ അനുഭവിക്കുവാനുള്ള അനുഗ്രഹം മക്കൾക്ക് ലഭിക്കുന്നില്ല, കുടുംബത്തിന് ലഭിക്കുന്നില്ല. ഒന്നുകിൽ അത് പല വിധത്തിലുള്ള തകർച്ചകളോ രോഗങ്ങളോ ദുശീലങ്ങളോ പ്രതിസന്ധികളോ അല്ലെങ്കിൽ വലിയ കലഹങ്ങളോ ഒക്കെയായിട്ട് ആ കുടുംബത്തിൽ ആ സമ്പത്ത് വേണ്ട വിധത്തിൽ അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്നു. അപ്പോൾ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോവുക, സന്തോഷം നഷ്ടപ്പെട്ടു പോവുക, അത് വലിയൊരു തിന്മയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, നീതിരഹിതമായി സമ്പത്ത് ശേഖരിക്കുന്നവർ തൻ്റെ കുടുംബത്തോട് ദ്രോഹമാണ് ചെയ്യുന്നത്. കാരണം ആ കുടുംബത്തിൽ പിന്നീട് പല അസ്വസ്ഥതകളും ഉണ്ടാകുന്നു, പല പ്രതിസന്ധികളും ഉണ്ടാകുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് അത് ദ്രോഹമാണ് എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ വചനം പറയുകയാണ്, ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി അടയുന്നില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. അപ്പോൾ സോളമൻ രാജാവ് വളരെ ജ്ഞാനത്തോടുകൂടെ എഴുതി വച്ചിരിക്കുകയാണ്, ദ്രവ്യാഗ്രഹം നിറഞ്ഞ വ്യക്തി എന്തുമാത്രം സമ്പാദിച്ചാലും അതുകൊണ്ട് തൃപ്തി വരികയില്ല. വീണ്ടും വീണ്ടും പോരാ പോരാ പോരാ, വേണം 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 എന്ന ചിന്ത ആ വ്യക്തിക്ക് ഉണ്ടാകും. ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. വാസ്തവത്തിൽ എത്രയോ വലിയ സത്യമാണ്. വലിയ സമ്പന്നരായിട്ടുള്ള വ്യക്തികളെ അവരെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ അതിൽ ഭൂരിഭാഗം പേരും കൂടുതൽ കൂടുതൽ സമ്പാദിക്കാൻ പുതിയ പുതിയ വഴികളും പുതിയ പുതിയ തട്ടിപ്പുകളും നീതിരഹിതമായ മാർഗങ്ങളും തേടുന്നവരാണ്. കർത്താവിൻ്റെ വചനം പറയുകയാണ്, എത്ര സമ്പാദിച്ചാലും ഇങ്ങനെ ദ്രവ്യാഗ്രഹമുള്ളവർക്ക് തൃപ്തി വരികയില്ല. എന്തുമാത്രം കൂട്ടിവെച്ചാലും ദ്രവ്യാഗ്രഹമുള്ളവർക്ക് സംതൃപ്തി ലഭിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, അതുകൊണ്ട് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മനുഷ്യൻ്റെ ജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല, അത് ധന്യമാകുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഭൂമിയിൽ നിങ്ങൾ കുറേ നിക്ഷേപങ്ങൾ ഇങ്ങനെ കരുതി വെച്ചു, കുറേ സമ്പത്ത് കരുതി വെച്ചു, കുറേ വസ്തുവകൾ കരുതി വെച്ചു. അത് തുരുമ്പും കീടങ്ങളൊക്കെ നശിപ്പിക്കും. എന്നാൽ തുരുമ്പിനും കീടങ്ങൾക്കും നശിപ്പിക്കാനാകാത്ത സമ്പത്ത്, നിക്ഷേപങ്ങൾ നിങ്ങൾ കരുതി വയ്ക്കണം. അത് സ്വർഗത്തിലെ നിക്ഷേപമാണെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നത്, ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനമനുസരിച്ച് ജീവിച്ച് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് മറ്റുള്ളവർക്ക് സഹായങ്ങൾ നൽകി ദൈവത്തിന് പ്രീതിപ്പെടുത്തി ജീവിക്കുമ്പോൾ നിക്ഷേപം, പുണ്യപ്രവൃത്തികളിലൂടെ ലഭിക്കുന്ന നിക്ഷേപം, അത് സ്വർഗത്തിലെ നിക്ഷേപമാണ്. അത് തുരുമ്പ് കടന്നു വരികയില്ല, കീടങ്ങൾ ആക്രമിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ്. വീണ്ടും ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായം 5-ാം തിരുവചനത്തിലൂടെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായൊരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, അപ്പോൾ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനമോ സന്തോഷമോ വേണ്ടത്ര സംതൃപ്തിയോ ലഭിക്കാൻ പോകുന്നില്ല. പല കുടുംബങ്ങളിലേക്കും പല വ്യക്തികളിലേക്കും നമ്മൾ തിരിഞ്ഞു നോക്കിയാലും ഇഷ്ടംപോലെ സമ്പത്ത് അവർക്ക് ജീവിക്കാനുണ്ടെങ്കിലും
അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഉള്ളതും ഉണ്ടെങ്കിലും ഈ സമ്പത്തിനെ പ്രതിയുള്ള ആകുലതകൾ, ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചുള്ള ആകുലതകൾ, അതുമൂലം പലർക്കും സംതൃപ്തിയില്ല, സന്തോഷമില്ല എന്നുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം തിരുവചനത്തിലൂടെ ചോദിക്കുകയാണ്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായിട്ട് എന്തു കൊടുക്കും? സ്നേഹമുള്ളവരെ, ദ്രവ്യാഗ്രഹം ഈ മൂലപാപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട്, അതിനെ അതിജീവിക്കേണ്ടതുണ്ട്. അതിന് പൗലോസ് ലീഹ നമുക്ക് പറഞ്ഞു തരുന്ന നല്ലൊരു മാർഗം, ജീവിതത്തിൽ ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുവാൻ പരിശ്രമിക്കുക, ഉള്ളതുകൊണ്ട് സംതൃപ്തിയിൽ ജീവിക്കുവാൻ പഠിക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളിൽ പൗലോസ് ലീഹ പറയുകയാണ്, എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്, കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ന്ന നിലയിൽ ജീവിക്കുവാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും എനിക്കറിയാം, ഏത് സാഹചര്യത്തിൽ കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, സംതൃപ്തി അത്യാഗ്രഹങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു, നമ്മുടെ ശ്രദ്ധ ദൈവത്തിലേക്ക് നയിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ദ്രവ്യാഗ്രഹം എന്ന മൂലപാപത്തെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഈ ദ്രവ്യാഗ്രഹം കുടുംബത്തിൽ ബന്ധങ്ങൾ തകർക്കുന്നു, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ തകർക്കുന്നു, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകർക്കുന്നു, അയൽപ്പക്കക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ തകർക്കുന്നു. ദ്രവ്യാഗ്രഹം ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നു, ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നു, മറ്റു പല പാപങ്ങളിലേക്കും അത് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈശോ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, പ്രാർത്ഥനയിലൂടെ ദൈവാശ്രയത്തിലൂടെ നമ്മൾ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് മോചിതരാകേണ്ടതുണ്ട്. അതോടൊപ്പം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഒരു നല്ല വഴിയാണ് നമ്മൾ നമുക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക. ദ ജോയ് ഓഫ് ഗീവിങ്, കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക. ഈ ലോകത്ത് ചുരുക്കം ചില ധനവാന്മാരെങ്കിലും സമ്പത്തുള്ളവരെങ്കിലും അങ്ങനെയുണ്ട്, കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവർ. കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്, നിലനിൽക്കുന്ന സന്തോഷമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന കാര്യമാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് മൂലപാപമായ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാനമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അവയെ അതിജീവിക്കാനുള്ള കൃപ നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ദ്രവ്യാഗ്രഹം മൂലം വന്നു പോയിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ സഹായം തുടർന്നു വരുന്ന ആരാധനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആരാധനയായി ഏകിടുന്നു, ആത്മനാഥനായി ഏകിടുന്നു, ആനന്ദാമൃതമീ നിമിഷം ദേവാദിദേവൻ വരും നിമിഷം. ആരാധനയായി ഏകിടുന്നു, ആത്മനാഥനായി ഏകിടുന്നു, ആനന്ദാമൃതമീ നിമിഷം ദേവാദിദേവൻ വരും നിമിഷം. ആരാധനാ സ്തുതി യേശുവേ, ആരാധന 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 സ്തുതി യേശുവേ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തിരൂപനായി നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും കടന്നു വന്നിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങളിലുള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ മൂലപാപങ്ങളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിച്ചത് ദ്രവ്യാഗ്രഹം എന്ന മൂലപാപത്തെക്കുറിച്ചാണ്. കർത്താവ് തിരുവചനത്തിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കണം. മനുഷ്യൻ്റെ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഈ ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുടുംബങ്ങളിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും വഴക്കുകളൊക്കെ ഉണ്ട്, സ്വത്ത് തർക്കങ്ങളുണ്ട്. മാതാപിതാക്കളോട് സംസാരിക്കാത്ത മക്കൾ, മക്കളോട് സംസാരിക്കാത്ത മാതാപിതാക്കൾ, സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, വഴക്കുകൾ, സഹോദരൻ്റെ സഹോദരിയുടെ ഭവനത്തിൽ പോകാത്ത സഹോദരങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ ദ്രവ്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ നമ്മുടെ ഈ ലോകത്തിലുണ്ട്. കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ടെന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. എൻ്റെ സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ എന്തുമാത്രം മനുഷ്യരാവുള്ളത്. നീതിരഹിതമായി, ദൈവകൽപ്പനകൾക്ക് വിപരീതമായി സമ്പത്ത് നേടുന്നതിനും ധനം നേടുന്നതിനും ദ്രവ്യാഗ്രഹത്താൽ ഓടി നടക്കുന്ന എത്രയോ മനുഷ്യരാണുള്ളത്. കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്, നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു. എങ്ങനെയാണ് കുടുംബത്തെ ദ്രോഹിക്കുന്നത്? നീതിരഹിതമായ നേട്ടങ്ങളിലൂടെ നേടുന്ന സമ്പത്ത് അത് മക്കൾക്ക് ഉപകാരപ്പെടുന്നില്ല. പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു, കുടുംബത്തിലുണ്ടാകുന്നു. നീതിരഹിതമായ സമ്പത്ത് ഉണ്ടാക്കുന്നവൻ അത് കുടുംബത്തെ ദ്രോഹിക്കുന്നതാണെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ലോകം മുഴുവനും നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ഒരു പ്രയോജനവുമില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം. ദ്രവ്യാഗ്രഹമാകുന്ന മൂലപാപത്തിൽ നിന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും വിടുതൽ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ മൂലപാപത്തെ അതിജീവിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കുടുംബത്തിന് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം. മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. ദ്രവ്യാഗ്രഹം മൂലം ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളിലേക്ക്, തകർച്ചകളിലേക്ക്, വഴക്കുകളിലേക്ക് ഈശോയെ കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോക ബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോക ബന്ധങ്ങളേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ദൈവത്തെ സ്തുതിക്കാം. യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, എല്ലാ രോഗികളെ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ, ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, ആരാധന, ആരാധന. മഹത്വം, 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 മഹത്വം. യേശുവേ, ആരാധന, ആരാധന. സ്നേഹമുള്ളവരെ, ദ്രവ്യാഗ്രഹം ഈ മൂലപാപം വരുത്തുന്ന വലിയ അപകടങ്ങൾ ദൈവവചനത്തിലൂടെ സൂചിപ്പിക്കുകയായിരുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, സംതൃപ്തി ജീവിതത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ദ്രവ്യാഗ്രഹത്തെ അതിജീവിക്കുവാനുള്ള ഏറ്റവും നല്ല വഴി. ഏത് സാഹചര്യത്തിലും കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും സംതൃപ്തിയോടെ ജീവിക്കുന്ന പൗലോസ്ലീഹ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അതിനുള്ള അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദ്രവ്യാഗ്രഹം എന്ന മൂലപാപത്തെ അതിജീവിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റുള്ള അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ടും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങളിൽ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.